ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇത്തവണ നടന്ന മഹാകുംഭമേളയിലുണ്ടായ മരണങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. ഏകദേശം 37 പേർ മരിച്ചു എന്നായിരുന്നു UP സർക്കാരിന്റെ കണക്ക്. അവർക്കെല്ലാം 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയെന്നും യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കണക്കുകളെല്ലാം തള്ളിക്കൊണ്ട് ബ്രിട്ടീഷ് മാധ്യമമായ BBC റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. കുറഞ്ഞത് 82 പേരെങ്കിലും കുംഭമേളയിലെ തിക്കിലും തിരക്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 7000 കോടി രൂപ ചെലവിലായിരുന്നു 45 ദിവസം നീണ്ടുനിന്ന കുംഭമേള സംഘടിപ്പിച്ചത്. ജനുവരി 13-നായിരുന്നു തുടക്കം. എന്നാൽ മേള ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വിവാദങ്ങളും ഉണ്ടായി. കൃത്യമായ യാത്രാ സൗകര്യങ്ങളുടെ അഭാവം, തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണങ്ങൾ എന്നിങ്ങനെ നീണ്ടു ആ പട്ടിക. 4 വ്യത്യസ്ത സന്ദർഭങ്ങളിലുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർ മരിച്ചിരുന്നു. അതെല്ലാം UP സർക്കാരിന്റെ വലിയ വീഴ്ചയായിട്ടായിരുന്നു ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഒപ്പം സർക്കാർ പുറത്തുവിടുന്ന മരണക്കണക്കിലും പ്രതിപക്ഷം സംശയം ഉന്നയിച്ചിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ BBC റിപ്പോർട്ട് കൂടി വരുന്നത്. BBC ഹിന്ദിയാണ് അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ പറയുന്ന പോലെ 37 പേരല്ല 82 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ പലർക്കും നഷ്ടപരിഹാരമായി 1 രൂപ പോലും സർക്കാർ നൽകിയിട്ടുമില്ല. 50 ജില്ലകളിലായി 100-ലധികം കുടുംബങ്ങളെ നേരിൽ കണ്ടാണ് ഈ റിപ്പോർട്ട് BBC തയ്യാറാക്കിയിരിക്കുന്നത്. 82 പേർ മരിച്ചു എന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നും ശക്തമായ തെളിവില്ലാത്ത സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും BBC പറയുന്നുണ്ട്. 25 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമായിരുന്നു കുംഭമേളയിൽ മരിച്ചവരിൽ 36 പേരുടെ കുടുംബങ്ങൾക്ക് നൽകിയത്. BBC പറയുന്നതനുസരിച്ച് 26 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഈ തുക നേരിട്ടാണ് നൽകിയത്. ഈ പണത്തിന്റെ ഉറവിടം വ്യക്തമല്ലെന്നും ഇവരെ ഔദ്യോഗിക മരണസംഖ്യയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും റിപ്പോർട്ട് ആരോപിക്കുന്നുണ്ട്. മരണകാരണം പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നമാണെന്ന് മരിച്ചവരിൽ പലരുടെയും കുടുംബാംഗങ്ങളെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്തരം പേപ്പറുകളിൽ ഒപ്പിടിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. കണക്കിൽപ്പെടാത്ത 26 കുടുംബങ്ങൾക്ക് പണം കൈമാറിയതിൽ UP പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം BBC പുറത്തുവിട്ടിട്ടുണ്ട്. 5 ലക്ഷം ലഭിച്ചവരിൽ 18 കുടുംബങ്ങൾ UP-ക്കാരും 5 പേർ ബീഹാറികളും 2 പേർ വെസ്റ്റ് ബംഗാൾ, ഒരാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഇവരുടെ വീടുകളിലേക്ക് UP പോലീസ് എത്തുകയും വിരലടയാളം ശേഖരിക്കുകയുമായിരുന്നു. പ്രിയപ്പെട്ടവർ മരിച്ചത് കുംഭമേളയിലെ തിരക്ക് മൂലമല്ല എന്നതായിരുന്നു ആ പേപ്പറുകളിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട് കുടുംബങ്ങൾ. അതേസമയം കുംഭമേളയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി UP സർക്കാരിനെ വിമർശിച്ചിരുന്നു. 2025 ജനുവരി 29-ന് പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും മരിച്ച സ്ത്രീയുടെ കുടുംബമാണ് കോടതിയെ സമീപിച്ചത്. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതവും മാന്യവുമായി അത് നൽകി എന്ന് ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്നായിരുന്നു കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. മരിച്ചയാൾ ചെയ്ത ഏതെങ്കിലും തെറ്റിന്റെ പേരിലല്ല അത് സംഭവിച്ചതെന്നും അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് പണത്തിനായി യാചിപ്പിക്കുന്നത് സ്വീകാര്യമല്ലെന്നും അത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും നീതിപീഠം കുറ്റപ്പെടുത്തി.